ഓക്കെ, അപ്പോൾ നമുക്കിനി 12th പാറ്റേൺ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. 5 4 3 2 1 5 4 3 2 5 4 3 5 4 5. ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ. നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിലെ പാറ്റേൺ എങ്ങനെയായിരുന്നു? 1 2 3 4 5 1 2 3 4 ഇങ്ങനെ എങ്ങനെയായിരുന്നു? 1 2 3 1 2 1 ഇങ്ങനെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ പാറ്റേൺ, കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ പാറ്റേൺ. ഓക്കെ, ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ 5 4 3 2 1 നേരെ ഓപ്പോസിറ്റ്. 5 എല്ലാ ഈ സൈഡ് ഫുള്ള് 5 ആണ്. 5 4 3 2 1 അങ്ങനെയാണ് ഇവിടുത്തെ പാറ്റേൺ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താണ്? ഇൻറ്റ് i ഈക്വൽ ടു 1 i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 i പ്ലസ് പ്ലസ്. കഴിഞ്ഞ ക്വസ്റ്റിൽ എങ്ങനെയായിരുന്നു? i ഈക്വൽ ടു 5 i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 i പ്ലസ് പ്ലസ്. ഞാൻ പറഞ്ഞേ നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം ഐക്ക്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് റോസ് എപ്പോഴും 5 to 1 വന്നാലും 1 to 5 വന്നാലും നമ്പർ ഓഫ് റോസ് കറക്റ്റാണ്, 5 തന്നെയാണ്. ഓക്കെ, അടുത്തതിലാണ് മാറ്റം വരുന്നത്. കാരണം എന്താണ്? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനാണ് ചേഞ്ച് ചെയ്യുന്നത്? 5 4 3 2 1 ഇതിനാണ് ചേഞ്ച് വരുന്നത്. കണ്ട, ഇവിടെ 5, അടുത്ത എലമെൻറ്റ് 4 ആണ്, അടുത്ത എലമെൻറ്റ് 3 ആണ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ജെ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ജെ ആയിരിക്കുമ്പോഴാണ് കണ്ട ഇവിടെ 5 4 3 2 1 ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ ജെ പ്രിൻറ്റ് ചെയ്യണത്. ഓക്കെ, അത് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് i ഈക്വൽ ടു 1 i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്ത് പറ്റും? ജെയിലോട്ട് വരും. ജെ ഈക്വൽ ടു ഇവിടെ 5 ആണ്. കാരണം നമുക്കിവിടെ 5 തൊട്ടാണ് ആദ്യം പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ജെ ഈക്വൽ ടു 5 ആദ്യം കൊടുത്തത്. ഓക്കെ, അപ്പോൾ ജെ ഈക്വൽ ടു 5 ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 i എന്താണ് ഇവിടെ 1 ആണ്. അതുകൊണ്ടാണ് 5 മുതൽ 1 വരെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ i 1 കൊടുത്തത്. എന്നാലേ നമുക്ക് ഇവിടെ ഈ കണ്ടീഷൻ വെക്കാൻ പറ്റുള്ളൂ. കാരണം ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അതിന് വേണ്ടിയാണ് i ഈക്വൽ ടു 1 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ജെ ഈക്വൽ ടു 5 ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ജെ ഈക്വൽ ടു 5 ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടീഷൻ കറക്റ്റാണ്. കാരണം 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ജെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്? 5 പ്രിൻറ്റ് ചെയ്യും. അടുത്ത് എന്ത് ചെയ്യും? ജെ മൈനസിലോട്ട് പോകും. അപ്പോൾ എന്തായി? 5 എന്ന് പറഞ്ഞത് 4 ആയി. 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും? ജെ പ്രിൻറ്റ് ചെയ്യും. 4 പ്രിൻറ്റ് ചെയ്യും. അടുത്തത് പിന്നെയും ജെ മൈനസിലോട്ട് പോകും. അപ്പോൾ എന്തായി? 5 4 വീണ്ടും ജെ മൈനസിലോട്ട് പോകും. അപ്പോൾ എന്തായി? ജെ എന്ന് പറയുന്നത് 3 ആയി 4ൽ നിന്ന്. അപ്പോൾ എന്തായി? കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ജെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? ജെ ഇപ്പോൾ എന്തായി? 3 ആയി. അടുത്തത് 2, അടുത്തത് 1 എത്തുമ്പോഴാണ് കണ്ടീഷൻ തെറ്റുന്നത്. കാരണം ഇവിടെ i ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അടുത്ത് എന്തായി? ഇവിടെ കണ്ടീഷൻ തെറ്റി കഴിയുമ്പോൾ എന്തായി? ഇവിടെ നേരെ പ്രിൻ്ററിലോട്ട് പോകും. അപ്പോൾ എന്തായി? കേഴ്സർ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് എത്തും. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്യും? നേരെ i പ്ലസ് പ്ലസിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ എന്തായി? 1 എന്ന് പറയുന്നത് 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ജെ ഈക്വൽ ടു 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു i എന്താണ്? ഇപ്പോൾ 2 ആണ്. ഓക്കെ, i ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും? ജെ പ്രിൻറ്റ് ചെയ്യും. ജെ എന്താണ്? 5. അങ്ങനെ എത്ര വരെയും പ്രിൻറ്റ് ചെയ്യും? i 2 ആണ്. അപ്പോൾ 2 വരെയും പ്രിൻറ്റ് ചെയ്യും. അടുത്തതിൽ i എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? 3 വരെയും പ്രിൻറ്റ് ചെയ്യും. 5 4 3. അടുത്തതിൽ എന്ന് പറഞ്ഞാൽ i 2 ആവും. അപ്പോൾ 3 അല്ല 4 ആവും. അപ്പോൾ 5 4. അടുത്തതിൽ എന്തായി? i പ്ലസ് പ്ലസ് ആകുമ്പോൾ i 5 ആയി. 5 ലെസ് ദാൻ ഈക്വൽ ടു 5 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്തായി? ഈ ഇങ്ങോട്ട് പോവും. അപ്പോൾ ഇവിടെ നിന്ന് ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോൾ എന്തായി? ജെ പ്രിൻറ്റ് ചെയ്യും. ജെ എന്താണ്? 5 ആണ്. ഇനി എന്ത് ചെയ്യും? i പ്ലസ് പ്ലസ് ആകുമ്പോൾ എന്തായി? 6 ആയി. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ തെറ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്.